പ്ലാത്തോട്ടത്തിൽ ചാക്കോ ജോർജ് എന്ന് പറയുന്ന പി സി ജോർജിന് 74 വയസ്സായി. കേരള രാഷ്ട്രീയത്തിൽ ഒരു ഒറ്റയാനെന്ന് വേണമെങ്കിൽ പി സി ജോർജിനെ വിശേഷിപ്പിക്കാം. അതെ, ഞാനിപ്പോൾ രസകരമായി എനിക്ക് തോന്നിയത് ഇന്ന് പി സി ജോർജിൻ്റെ പൂഞ്ഞാറുകാരുടെ ആശാൻ എന്നാണ് പി സി ജോർജിനെ ഇവിടെ വിളിക്കുന്നത്. അപ്പോൾ ആശാൻ്റെ ജന്മദിനമായി പ്രമാണിച്ച് ആശാൻ്റെ മകൻ BJP നേതാവ് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷോൺ ജോർജ് ഇന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു ദ മോസ്റ്റ് സ്ട്രൈറ്റ് ഫോർവേഡ് ഫിയർലെസ് ഔട്ട്സ്പോക്കൻ മാൻ ഐ നോ. തൻ്റേടിയായ എൻ്റെ അപ്പന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. പി സി ജോർജിനെ പോലെ തന്നെ തൻ്റേടിയാണ് ഷോൺ ജോർജ്. കാരണം ഈ ചെറുപ്പത്തിൽ തന്നെ ഷോൺ ജോർജ് ഏറ്റുമുട്ടുന്നത് പിണറായി വിജയന് നേരെയാണ് അല്ലേ. പിണറായി വിജയൻ്റെ മകൾ വീണയ്ക്കെതിരെയുള്ള കേസിൻ്റെ പിന്നിലെ യഥാർത്ഥ ശക്തി, യഥാർത്ഥ പോരാളി കുഴൽനാടനൊന്നുമല്ല, ഷോൺ ജോർജാണ്. അതവിടെ നിൽക്കട്ടെ. പി സി ജോർജ് കേരള രാഷ്ട്രീയത്തിലെ ഒറ്റയാനാണ്, തൻ്റേടിയാണ്, ഔട്ട്സ്പോക്കനാണ്, ഒരു സംശയവുമില്ല. കാരണം മറ്റുള്ളവർ പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ നിർഭയം നിരന്തരം വിളിച്ചു പറയുന്നു. അപ്പം നമുക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ പറയാമോ? കാരണം ഞാൻ ഓർക്കുന്നുണ്ട്, പി സി ജോർജും ഞാനും കൂടെ പങ്കെടുത്ത ഒരു സമ്മേളനം തിരുവനന്തപുരത്ത് അനന്തപുരിയിൽ നമ്മുടെ യുവരാജ് ഗോകുൽ ജനറൽ കൺവീനറായിട്ട് നടത്തിയ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം. ആ സമ്മേളനം ഉദ്ഘാടനം, അതിൽ ഞാൻ കൂടെ പങ്കെടുത്ത ഒരു സെഷൻ ഉദ്ഘാടനം ചെയ്ത് പി സി ജോർജാണ്. പി സി ജോർജ് അന്ന് പ്രസംഗിച്ചു, അത് വിവാദമായി. പിന്നീട് അദ്ദേഹം തിരുത്തി പറഞ്ഞു അത് അങ്ങനെ ആയിരുന്നില്ല എന്ന് പറഞ്ഞാലും, അതായത് ജനസംഖ്യയിൽ ഹിന്ദുക്കളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി എന്തോ ചില തുള്ളി മരുന്ന് ചേർത്ത് ചിലയിടത്തൊക്കെ കൊടുക്കുന്നു എന്ന തരത്തിലുള്ള ഒരു പരാമർശം. ഞാൻ അതേപടി പറയുന്നില്ല, അത് കേസും ബുക്കാറും ഒക്കെ ആയതാണ്. ആ പ്രസംഗം അദ്ദേഹം നടത്തി. അതിനുശേഷം അദ്ദേഹം പോയി. അതിനുശേഷം പിന്നീട് ഞാൻ സംസാരിച്ച കാര്യവും വിവാദമായി. ഞാനെന്ന് പറഞ്ഞത്, ഈ ഇന്ത്യയെ കീഴടക്കാൻ ഒരു പാകിസ്ഥാനും വേണ്ട, പാകിസ്ഥാൻ വരാതെ തന്നെ നമ്മുടെ ഭരണ സംവിധാനങ്ങളിൽ കയറി പറ്റാനുള്ള ശ്രമം ഒരു വിഭാഗം നടത്തുന്നുണ്ട് എന്നതിൻ്റെ കണക്കുകൾ വെച്ചിട്ടാണ് പറഞ്ഞത്. അതിനുശേഷം പിന്നീട് വലിയ വിവാദമായി. എന്നെ ഒരുപാട് പേര് പൊങ്കാലയിട്ട് ഇപ്പോഴും ചീത്ത വിളിക്കുന്നുണ്ട്. അപ്പം പി സി ജോർജും ഞാനും ഒരേ വേദിയിൽ ഒരേ സമ്മേളനത്തിൽ അടുപ്പിച്ചടുപ്പിച്ച് പറഞ്ഞതാണ്. കാരണം ഞാനെന്ന് പറഞ്ഞു, അതായത് കേരളത്തിലെ മുസ്ലിം വിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രം സർക്കാർ സിവിൽ സർവീസ് പരിശീലനം നടത്തുന്നുണ്ട്. മുസ്ലിം വിഭാഗങ്ങൾക്കുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രം മലപ്പുറത്ത് ഉൾപ്പെടെ അത്തരം പരിശീലനങ്ങൾ നടക്കുന്നത്. അതിൻ്റെ അപേക്ഷ കാലാകാലങ്ങളിൽ പത്രങ്ങളിൽ വരാറുണ്ട്. മുസ്ലിം കുട്ടികൾ അപേക്ഷിക്കുക, അപ്പോൾ ക്രിസ്ത്യാനി അപേക്ഷിക്കണ്ടേ? ഈ നാട്ടിലെ ഹരിജനും ദളിതനും അപേക്ഷിക്കണ്ടേ? എന്തിനാണ് ഒരു വിഭാഗത്തെ മാത്രം ഇങ്ങനെ തള്ളിക്കയറ്റാൻ ശ്രമിക്കുന്നത്? സിവിൽ സർവീസ് പരീക്ഷയിൽ എല്ലാവരും വരട്ടെ അല്ലേ? അതെ. അപ്പം ഞാൻ പറയുന്നത്, ഈ ഇന്ത്യയിലെ ഭൂരിപക്ഷത്തിനോ മറ്റു ന്യൂനപക്ഷങ്ങൾക്കോ ഇല്ലാത്ത അവകാശങ്ങളും പരിഗണനകളും ആനുകൂല്യങ്ങളും ഒരു വിഭാഗത്തിന് മാത്രം കൊടുക്കുന്നത് ശരിയല്ല. നമ്മൾ ഭരണഘടനയ്ക്ക് മുന്നിൽ, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരല്ലേ? അതെ. അപ്പം ന്യൂനപക്ഷ പദവിയുണ്ട്. ഇപ്പം നമ്മുടെ ഭരണഘടന ഉറപ്പ് പറയുന്ന ന്യൂനപക്ഷ പദവിയാണ്. അത് ഇപ്പോൾ ആരും ന്യൂനപക്ഷ പദവി എന്ന് പറയുന്നില്ല, ന്യൂനപക്ഷ അവകാശമാണ്. ന്യൂനപക്ഷ അവകാശം എന്നൊരു വാക്ക് ഭരണഘടനയില്ല. ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങളോ അധികാരങ്ങളോ ഭരണഘടന കൊടുത്തിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഭാവിക്കുന്നത് എന്താ? ഞങ്ങൾ ന്യൂനപക്ഷമാണ്, ഞങ്ങൾക്ക് അവകാശമുണ്ട്, ഞങ്ങൾക്ക് അധികാരമുണ്ടെന്ന് ഇപ്പോൾ പറയുന്നത്. അവകാശം പോലും മാറ്റിവെച്ചു, ഞങ്ങൾക്ക് അധികാരമുണ്ടെന്ന് പറയുകയാണ്. ന്യൂനപക്ഷങ്ങൾക്ക് ഒരു പരിഗണന വേണം. അവർക്കൊരു ന്യൂനപക്ഷങ്ങളാണ്, അവരെണ്ണത്തിൽ കുറവാണല്ലോ, അതുകൊണ്ട് അവരോടൊരു മമത ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് വന്ന് ന്യൂനപക്ഷത്തിന് ഭൂരിപക്ഷത്തിൻ്റെ മുകളിൽ കയറാനുള്ള അധികാരമുണ്ട് എന്ന തരത്തിൽ രാഷ്ട്രീയക്കാർ പറയുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്ന സമയത്താണ് പി സി ജോർജ് പറയുന്നത് അങ്ങനെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക അവകാശമൊന്നുമില്ല, അധികാരമൊന്നുമില്ല, ന്യൂനപക്ഷങ്ങളും മറ്റുള്ളവരെ പോലെയുള്ള പൗരന്മാരാണ്. ന്യൂനപക്ഷങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഭൂരിപക്ഷത്തിൻ്റെ അവകാശങ്ങൾ കവർന്നെടുത്തിട്ടാവരുത്. ഇത് ന്യായമല്ലേ? അതെ. അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിനില്ലാത്ത പരിഗണന നമ്മുടെ രാജ്യത്ത് അങ്ങനെയാണ്. ഇവിടെ എല്ലാ ന്യൂനപക്ഷത്തെ അല്ല, ഒരു ന്യൂനപക്ഷത്തെ പേടിച്ചാണ് എല്ലാം ചെയ്യുന്നത്. അയ്യോ, നമ്മൾ അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നാൽ അവർക്ക് എന്ത് തോന്നും, നമ്മൾ അങ്ങനെ പറഞ്ഞാൽ അവർക്ക് എന്ത് തോന്നും? മനസ്സിലായില്ലേ? ഇതാണ് നിലവിലുള്ള സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് പി സി ജോർജ് തിരിഞ്ഞു നിന്ന് തൻ്റെ തോക്കിലെ നിറയൊഴിക്കുന്നത്. ജോർജ് അടുത്ത കാലത്ത് പറഞ്ഞു, ഇന്ത്യയിലെ തീവ്രവാദത്തെ അവസാനിപ്പിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, പട്ടാളമല്ല, നിയമമല്ല, ഒരു ഭരണഘടനാ ഭേദഗതി വരുത്തിയിട്ട് ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കണം. എങ്കിൽ ഇന്ത്യയിലെ തീവ്രവാദം അവസാനിക്കും, എങ്കിലേ ഇന്ത്യയിലെ തീവ്രവാദം അവസാനിക്കുകയുള്ളൂ എന്ന് ആലോചിക്കുന്നവർക്കെല്ലാം മനസ്സിലാവും. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ ജനാധിപത്യം ഉണ്ടല്ലോ, മതേതരത്വം ഉണ്ടല്ലോ, ഭരണഘടനയുണ്ടല്ലോ. ശരി, അപ്പോൾ പറയും ഞങ്ങളാണ് ഭരണഘടന സംരക്ഷിക്കുന്നത്, ഞങ്ങളാണ് ജനാധിപത്യം സംരക്ഷിക്കുന്നതെന്ന് കമ്മ്യൂണിസ്റ്റുകാരും
സുഡാപ്പി SDP-ക്കാരും പറയും ഞങ്ങളാണ് ഭരണഘടന സംരക്ഷിക്കുന്നത്. എടാ, ഈ SDP-ക്ക് അവർ പറയുന്നത് പോലെ പോപ്പുലർ ഫ്രണ്ടിന്റെ ലക്ഷ്യം പോലെ 2047 ഇന്ത്യയുടെ ഭരണാധികാരം 2047 പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 100 വർഷം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 100 വർഷം തികയുമ്പോൾ ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കുക എന്നാണ് ഇവരുടെ ലക്ഷ്യം, ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ലക്ഷ്യം. അങ്ങനെ 2047 പോപ്പുലർ ഫ്രണ്ടിന് അല്ലെങ്കിൽ SDP-ക്ക് ഇന്ത്യയുടെ ഭരണം കിട്ടിയാൽ എന്ത് ഭരണമാണ് വരാൻ പോകുന്നത്? ഇസ്ലാമിക ഭരണമാണ് അല്ലേ? ഇസ്ലാമിക ഭരണത്തിൽ ജനാധിപത്യം ഉണ്ടോ? ഭരണഘടനയുണ്ടോ? ശരിയല്ലേ ഉള്ളൂ അല്ലേ? അപ്പൊ മുസ്ലിമുകൾക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ, SDP-ക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം വരും. അപ്പോൾ ജനാധിപത്യം ഉണ്ടാവത്തില്ലേ? ഇല്ല. ഭരണഘടന ഉണ്ടാവത്തില്ല, മതേതരത്വം ഉണ്ടാവത്തില്ല. ശരി, അവിടെ നിൽക്കട്ടെ. ഇനി വലിയ ജനാധിപത്യവാദികളായ കമ്മ്യൂണിസ്റ്റുകാർ, സഖാവ് പിണറായി വിജയന്റെ പാർട്ടിക്ക് ഇന്ത്യയിൽ അധികാരം കിട്ടി. എന്തായിരിക്കും വരിക? ഇന്ത്യ ചൈന പോലെ ആവത്തില്ലേ? ഏകാധിപത്യം അല്ലേ? കൊറിയ പോലെ ആവത്തില്ലേ? മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവുമോ? കമ്മ്യൂണിസ്റ്റ് ഭരണം ഇന്ത്യയിൽ വന്നാൽ ഇന്ത്യയിൽ മറ്റു പാർട്ടികൾ, അല്ലയോ നിങ്ങളുടെ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷിയായ കോൺഗ്രസ് ഉണ്ടാവുമോ? ഇല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഉണ്ടാകത്തുള്ളൂ. ലോകത്തെവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നിട്ടുണ്ടോ അവിടെ ഒറ്റ പാർട്ടിയേ ഉള്ളൂ, ഒറ്റ നേതാവേ ഉള്ളൂ അല്ലേ? അപ്പൊ ജനാധിപത്യം ഉണ്ടോ? ഇല്ല. ഭരണഘടനയുണ്ടോ? ഇല്ല. അപ്പൊ ജനാധിപത്യവും ഭരണഘടനയും ഉണ്ടാവാൻ ഇന്ത്യ ഇതുപോലെ നിൽക്കണം. ഇന്ത്യ ഇതുപോലെ നിൽക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ? അതിൻ്റെ ലളിതമായ വ്യാഖ്യാനം ഇന്ത്യയിൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷമായിരിക്കണം. ഹിന്ദുക്കളുടെ ഭൂരിപക്ഷം എന്ന് ഇന്ത്യയിൽ അവസാനിക്കുന്നോ അന്ന് ഇന്ത്യ ജനാധിപത്യ രാജ്യമല്ലാതായി മാറും. ഹിന്ദുക്കളുടെ ഭൂരിപക്ഷം കുറഞ്ഞാൽ പകരം ബദലായിട്ട് ഇവിടെ വരാൻ പോകുന്ന ക്രിസ്ത്യാനിയല്ല, സിഖുകാരനല്ല, ബുദ്ധരല്ല, ജൈനരല്ല, പിന്നെ ആരാ? മുസ്ലിമുകളാണ്. മുസ്ലിമുകളുടെ ഭരണം ഇന്ത്യയിൽ വന്നാൽ ഇന്ത്യയിൽ ശരിയ ഭരണം വരും, ഇസ്ലാമിക രാജ്യമായി വരും. ക്രിസ്ത്യാനി ഉൾപ്പെടെ ഇപ്പോൾ BJP തെറി പറഞ്ഞ് നടക്കുന്ന ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ പേരിൽ BJP തെറി പറഞ്ഞ് നടക്കുന്ന ക്രിസ്ത്യാനിയും ജസിയ കൊടുക്കണം, ജസിയ കൊടുത്ത് കഴിയണം. അപ്പോൾ ഇന്ത്യ ജനാധിപത്യ രാജ്യമായി തുടരണമെങ്കിൽ സിമ്പിൾ, ഇന്ത്യയിൽ ഹിന്ദു ഭൂരിപക്ഷം വേണം അല്ലേ? അതെ, ഹിന്ദു ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യ ജനാധിപത്യ രാജ്യമായി തുടരുള്ളൂ. അത് തന്നെയാണ് PC ജോർജ് പറഞ്ഞത്. തീവ്രവാദം അവസാനിപ്പിക്കാൻ ഒറ്റ മാർഗമുള്ളൂ, ഇന്ത്യ ഹിന്ദു രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചാൽ മതി. അപ്പം തീർന്നു, തീവ്രവാദം അവസാനിച്ചു. ഇത് പറയാനൊരു വലിയ തൻ്റെ ഇടമുണ്ട്. ഞാൻ PC ജോർജിനെ ഒരു 25 വർഷത്തിനപ്പുറത്ത്, അദ്ദേഹം പൂഞ്ഞാറിലെ ആദ്യത്തെ MLA ആയിരിക്കുന്ന സമയത്ത് മറ്റാണ്, ഞാനും കോട്ടയം കേരളമുദിയുടെ ഫോട്ടോഗ്രാഫറായിട്ട് സീനിയർ ഫോട്ടോഗ്രാഫറായിട്ടുള്ള ശ്രീകുമാർ ആലപ്പുറയും ഞാനും കൂടെ പൂഞ്ഞാറിൽ ചെന്നു. പൂഞ്ഞാർ TV-യിൽ PC ജോർജിൽ പണ്ട് ഞങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുക. അതായത് അന്ന് ഈ മാണി സാറിൻ്റെ KM മാണിയുടെ ഒരു റബ്ബർ കമ്പനി ഉണ്ടല്ലോ, പാലാഴി റബ്ബർ അല്ലേ, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളുള്ള സമയം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇവർ അന്യായമായി വാങ്ങിയെടുത്ത തട്ടിയെടുത്ത ഭൂമി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് PC ജോർജ് വിളിച്ചിട്ട് ഞങ്ങൾ ഈരാറ്റുപേട്ട TV-യിലെത്തിയാണ്. അന്നൊരു ജീപ്പിലാണ് ജോർജ് സഞ്ചരിക്കുന്നത്. ആ ജീപ്പിൽ ഞങ്ങൾ കയറി. അങ്ങനെ പോകുമ്പോൾ അന്ന് 25-30 വർഷം മുമ്പത്തെ പൂഞ്ഞാറാണ്. അവിടുത്തെ പൂഞ്ഞാർ ഹൈവേയുടെ പണി നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഒരിടത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഹൈവേയുടെ പണി നടക്കുമ്പോൾ പണിക്കാർ വന്ന് ഒരു ഒരു കയ്യാല പൊളിച്ചപ്പോൾ കയ്യാലയുടെ ചെങ്കല്ലിൻ്റെ ഇടയ്ക്കുന്ന ഒരു തേൻകൂട് കിട്ടി. അവർ ആ തേൻകൂട് എടുത്ത് പിഴിഞ്ഞ് തേൻ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത്. PC ജോർജ് ഒരു തേനട വാങ്ങിച്ചു. അദ്ദേഹം ഓർക്കുന്നില്ലായിരിക്കും, മറന്നുപോയി കാണും. പക്ഷെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. ഒരു തേനട വാങ്ങിച്ച് 3 കഷ്ണമായിട്ട് മുറിച്ച് ഒരു കഷ്ണം ഞങ്ങളത് ഞെക്കി പിഴിച്ച് വായിലേക്ക് തേനിട്ട് കുടിച്ചു. എൻ്റെ ഓർമ്മയാണ്. അതെല്ലാം കഴിഞ്ഞ് ഉച്ചയായി. തൊട്ടടുത്ത വീട്ടിലേക്ക് PC ജോർജ് കയറി. ഞാൻ നോക്കുമ്പോൾ ജോർജ് നേരെ അടുക്കള കയറി, അമ്മച്ചേ എന്ന് പറഞ്ഞ് കയറിയിട്ട് അടുക്കള കയറി കറിപ്പാത്രമൊക്കെ പൊക്കി നോക്കി അവിടുന്ന് അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങ് പോവുകയാണ്. പോകുന്ന വഴിക്ക് ജീപ്പിൽ ഇങ്ങനെ പോകുമ്പോൾ ബസ് വരുന്നില്ല. കുറച്ച് പേര് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു. ജീപ്പ് നിർത്തി, എങ്ങോട്ടാ പോണേ? കയറിക്കോ, അപ്പുറത്തിറക്കാം. ഇങ്ങനെ ജനകീയനായി അവിടുത്തെ ഓരോ വീട്ടിലും കയറിയിറങ്ങാൻ കഴിയുന്നൊരു PC ജോർജ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് PC ജോർജിൻ്റെ നിലപാടുകൾ, ഇടപെടലുകൾ. ജോർജിനെ സംബന്ധിച്ച് ജോർജിന് ഒരു ഭയവും. ഇപ്പോൾ 74 വയസ്സായി. ഇനി ആരെ പേടിക്കാനാണ്? പറയാനുള്ള സത്യങ്ങൾ വിളിച്ചു പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഷയ്ക്ക് ചിലപ്പോൾ സൗമ്യത കുറവായിരിക്കാം, വളരെ തീഷ്ണമായ ഭാഷയിൽ സംസാരിക്കുമായിരിക്കാം. പക്ഷേ PC ജോർജ് പറയുന്ന വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. അദ്ദേഹം ഒരിക്കലും ഒരു വർഗീയവാദിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം 1977 VJ ജെയിംസിനെ, പൂഞ്ഞാറിൽ മത്സരിച്ച VJ ജെയിംസിനെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ ജോർജിനെ പാർട്ടിയിൽ നിന്ന്, കേരള കോൺഗ്രസിൽ പുറത്താക്കി. അങ്ങനെയാണ് അദ്ദേഹം ജോസഫ് ഗ്രൂപ്പിൽ പോകുന്നത്. പിന്നീട് അദ്ദേഹം ഒറ്റയ്ക്ക് വന്നു. പിന്നെ ചീഫ് വിപ്പ് വരെ ആയി രാഷ്ട്രീയമായി വളർന്നു. 33 വർഷത്തോളം MLA ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം രാഷ്ട്രീയമായി VS-ന്റെ പക്ഷത്തായിരുന്നു.
അതെ. VS അനുഭാവിയായി നിന്നതുകൊണ്ട് പിണറായി വിജയനെ കണ്ടുകൂടായിരുന്നു. അപ്പോഴും VS ശരിയായിരുന്നു എന്ന് കേരളത്തിലെ ഏതാണ്ട് നല്ല ശതമാനം ആളുകളും VS ആയിരുന്നു ശരി എന്ന് വിശ്വസിക്കുന്നവരാണ്. അങ്ങനെ VS ശരിയായിരുന്നു എന്ന് കരുതി VSന്റെ കൂടെ പാറ പോലെ നിന്ന ആളാണ് PC ജോർജ്. മറ്റൊരാൾ കൂടെ ഉണ്ടായിരുന്നു, നമ്മുടെ മഞ്ഞളാംകുഴി അലി അല്ലേ, VSന്റെ ആളായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയും അവസാനിച്ചു പോയി. അങ്ങനെ VSന്റെ കൂടെ ശരിയുടെ കൂടെ നിന്നതിന്റെ പേരിൽ രാഷ്ട്രീയമായി വേട്ടയാടപ്പെട്ട ഒരാളാണ് PC ജോർജ് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. PC ജോർജിനെ ഇഷ്ടമല്ല. കാരണം എന്നറിയോ, PC ജോർജ് ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ പരസ്യമായി പറയും, പരസ്യമായിട്ട് പറയും. നിന്നെ ഒന്നും വോട്ടെനിക്ക് വേണ്ടടാന്ന് പറയും. ഈരാറ്റുപേട്ട അരുവിത്തുറ പള്ളി ഈരാറ്റുപേട്ടക്കാരുടെ അഭിമാനമല്ലേ അരുവിത്തുറ പള്ളി. അരുവിത്തുറ റോഡ് വൈഡനിങ്ങിന് വേണ്ടിയിട്ട് റോഡ് വീതി കൂട്ടാൻ വന്നപ്പോൾ അരുവിത്തുറ പള്ളിയുടെ വാതിൽ പൊളിക്കാൻ PC ജോർജ് മുന്നിലുണ്ടായിരുന്നു. ജോർജ് ക്രിസ്ത്യാനിയുടെ ആളല്ല, ഹിന്ദുവിൻ്റെ ആളുമല്ല, മുസ്ലിമിൻ്റെ ആളുമല്ല, മനുഷ്യൻ്റെ ആളാണ്. മനുഷ്യപക്ഷത്ത് നിന്നിട്ടുണ്ട് PC ജോർജ് എക്കാലത്തും. പുള്ളി ഒരു ഒന്നാന്തരം സത്യക്രിസ്ത്യാനിയാണ്, ദൈവത്തെ വിളിക്കുന്ന, കർത്താവിൽ വിശ്വസിക്കുന്ന ആളാണ്. എന്നാൽ അദ്ദേഹത്തിന് ഇതര മതസ്ഥരോട് ദ്വേഷമില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അല്ല എൻ്റെ മതമാണ് ശരി, എൻ്റെ മതം മാത്രമാണ് ശരി, എൻ്റെ മതത്തിൽ നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ നീ കൊല്ലപ്പെടേണ്ടവനാണ് എന്ന് കരുതുന്ന ആളല്ല PC ജോർജ്. അതാണ് PC ജോർജിൻ്റെ ഒരു വ്യത്യാസം. ജോർജിനെ ഇങ്ങനെ ഒരു ദിവസമെങ്കിലും PC ജോർജിനെ ജയിലിൽ നിന്ന് കടത്തണമെന്ന് പിണറായി മുതൽ ഈരാറ്റുപേട്ടയിലെ സാദാ സുഡാപ്പിക്ക് വരെ വാശിയുണ്ടായിരുന്നു. പക്ഷേ നീതി അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് അദ്ദേഹത്തെ ഒരിക്കലും കൈവിട്ടിട്ടില്ല. സത്യത്തിൻ്റെയും നീതിയുടെയും കൂടെ എന്നും നിന്നിട്ടുള്ളൊരു മനുഷ്യനാണ് PC ജോർജ്. ഇപ്പോൾ BJPയുടെ ദേശീയ കൗൺസിൽ അംഗമാണ്. PC ജോർജിൻ്റെ കാര്യത്തിൽ BJPക്ക് ഒരു വലിയ പിശക് പറ്റി എന്ന് കരുതുന്ന ആളാണ് ഞാൻ. കാരണം കേരള നിയമസഭയിൽ PC ജോർജ് ഉണ്ടാകണമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നിയമസഭയിൽ മത്സരിക്കുമ്പോൾ PC ജോർജ് സ്വതന്ത്രനായിട്ട് മത്സരിച്ചു. NDA സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് PC ജോർജിനെതിരെ ഈ ഈരാറ്റുപേട്ടയിലെ സകല മുസ്ലിം തീവ്രവാദികളും ഒന്നിച്ചു നിന്നപ്പോൾ ആ ഒറ്റ കാരണം കൊണ്ട് NDA സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് PC ജോർജിന് പിന്തുണ കൊടുക്കണമായിരുന്നു എന്ന അഭിപ്രായമുള്ള ആളായിരുന്നു. എങ്കിൽ ഒരുപക്ഷെ PC ജോർജ് ജയിക്കുമായിരുന്നു. അതുപോലെ പത്തനംതിട്ടയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ ഉറപ്പായും മത്സരിപ്പിച്ചിരിക്കേണ്ട സ്ഥാനാർത്ഥി PC ജോർജാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അവിടെയൊക്കെ ചില പെശകുകൾ പറ്റിയിട്ടുണ്ട്. അത് BJP എന്ന് പറയുന്ന പാർട്ടി, അത് ദേശീയ കൗൺസിൽ അംഗമാണ്. അദ്ദേഹത്തെ ഈ PC ജോർജിന് എന്ത് കിട്ടി എന്ന് ചോദിക്കുന്നവരുണ്ട്. PC ജോർജിന് കിട്ടേണ്ടത് PC ജോർജിന് കിട്ടും. PC ജോർജ് പൂഞ്ഞാറിൽ നിന്ന് തന്നെ മത്സരിച്ച് ജയിച്ച് വരേണ്ട ആളാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിൽ PC ജോർജ്, കേരളത്തിൻ്റെ രാഷ്ട്രീയ സിംഹമായ PC ജോർജ് പൂഞ്ഞാറിൽ സ്ഥാനാർത്ഥിയായി അവിടെ നിന്ന് തന്നെ ജയിച്ച് കേരള നിയമസഭയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഏതായാലും പൂഞ്ഞാറുകാരുടെ കേരളത്തിൽ ശരിയായ രാഷ്ട്രീയം, മദ്വജനങ്ങൾക്ക് മാർദ്ദവമില്ലെങ്കിൽ ഉദ്ദേശശുദ്ധിയാൽ മാപ്പ് നൽകാമെന്ന് പറയാം അല്ലേ. PC ജോർജിൻ്റെ വാക്കുകൾക്ക് വല്ലാത്ത മൂർച്ചയായിരിക്കും. പക്ഷേ PC ജോർജ് പറയുന്നതിൽ കാര്യമുള്ള വസ്തുതകൾ പറയുമ്പോൾ, സത്യമുള്ള വസ്തുതകൾ പറയുമ്പോൾ, അല്ലെങ്കിൽ അപ്രിയ സത്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ വാക്കുകൾ പരുഷമാകും. അതുകൊണ്ട് PC ജോർജിന് മതേതര ബോധമുള്ള, ജനാധിപത്യ വിശ്വാസമുള്ള ആളുകളുടെ ഹൃദയത്തിൽ വലിയ സ്ഥാനമുണ്ട്. കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ഈ രാഷ്ട്രീയ നേതാവിന് ABC മലയാളത്തിൻ്റെ പ്രേക്ഷകരുടെ പേരിൽ ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇനിയും കേരള രാഷ്ട്രീയത്തിൽ ഉറക്കെ ഉയരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.